ശ്രീ പ്രേംകുമാർ, യൂസർ ഫീ എന്ന പേരിലാണെങ്കിലും കിഫ്ബിയിൽ പദ്ധതികൾക്ക് ചെലവാകുന്ന പണം ജനങ്ങളിൽ നിന്ന് ഈടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചിരിക്കുന്നു. കിഫ്ബി എന്ന സംവിധാനത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ മാറ്റമല്ലേ മുഖ്യമന്ത്രി ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്? എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. കേരളത്തിൽ നടത്തുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് എങ്ങനെയും തടയിടുക എന്ന സമീപനം രാജ്യത്തെ ഗവൺമെന്റ് സ്വീകരിക്കുക. എന്നിട്ട് ആ ഗവൺമെന്റ് തന്നെ കേരളത്തിൽ NHA ഉൾപ്പെടുന്ന അത്തരം റോഡിന്റെ പ്രവൃത്തിക്ക് ടോൾ വിരിക്കുക. ആ ടോൾ വിരിക്കുന്നതിന് യാതൊരു നിലയിലുള്ള ആക്ഷേപവും അതിനെ സംബന്ധിച്ച ചർച്ചയും മാധ്യമങ്ങൾ എവിടെയും ഉയർത്തിക്കൊണ്ടുവരുന്നില്ല. ശ്രീ പ്രേംകുമാർ, ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? നമ്മളൊക്കെ ഒരുമിച്ചല്ലേ NHAയുടെ ടോളിനെതിരെ ചർച്ച നടത്തിയത്? ശ്രീ പ്രേംകുമാർ, നമ്മളൊക്കെ ഒരുമിച്ചല്ലേ ദേശീയപാതയിലെ ടോളുകളെ കുറിച്ച് ചർച്ച നടത്തിയത്, ടോളിനെതിരെ ചർച്ച നടത്തിയത്? ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? അല്ല, ചർച്ച നടത്തിയതെന്ന് പറഞ്ഞാൽ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന ഇപ്പോഴത്തെ സമീപനമാണ് ചർച്ച ചെയ്യേണ്ടത്. ഇന്നത്തെ നമ്മുടെ ചർച്ചയുടെ തലക്കെട്ട് എന്താണ്? ആ തലക്കെട്ടിൽ എവിടെയാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന മാറിയ സമീപനത്തിൽ കേരളം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ എവിടെയാണ് അതിൽ ചൂണ്ടിക്കാണിക്കുന്നത്? ശ്രീ പ്രേംകുമാർ, കേരളത്തിൽ അത്തരം ചർച്ചകൾ നടന്നിട്ടില്ലെന്നൊക്കെ താങ്കൾക്ക് വാദിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഏത് ചോദ്യത്തിന്റെ ഉത്തരത്തിനാണ്? അതായത് ദേശീയപാതയിലെ ടോളും കിഫ്ബി റോഡുകളിലെ യൂസർ ഫീയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഇത്തരത്തിലുള്ള ചർച്ചകളൊന്നും കേരളത്തിൽ നടന്നിട്ടില്ല എന്ന അവാസ്തവം താങ്കൾക്ക് പറയേണ്ടി വരുന്നത്. എന്താണ് വ്യത്യാസം? ടോളും യൂസർ ഫീയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? CPM-ന് ടോൾ എന്ന വാക്ക് ഉപയോഗിക്കാനുള്ള രാഷ്ട്രീയ പ്രയാസത്തിനപ്പുറം എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ട്, ഞാൻ പറയാം. ടോൾ എന്ന് പറയുന്നത് 1.5 കിലോമീറ്റർ പോയാൽ ടോൾ ഉണ്ടെങ്കിൽ ആ ടോളിൽ പൈസ കൊടുക്കണം. യൂസർ ഫീ എന്ന് പറയുമ്പോൾ ആകെ റോഡ് എത്രയാണോ അതിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് നോക്കി സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് ഫീസ് കൊടുത്താൽ മതിയായിരിക്കും. അതെങ്ങനെയാണ് പ്രാഥമികമായിട്ടുള്ള വ്യത്യാസം? അല്ല, അതെങ്ങനെയാണ് നടപ്പാക്കാൻ പോകുന്നത്? നമ്മുടെ നാട്ടിൽ ടോൾ ബൂത്തിന് സമീപത്ത് അതെങ്ങനെയാണ് നടപ്പാക്കാൻ പോകുന്നത്? യൂസർ ഫീ കേരളത്തിലെ റോഡുകളിൽ എത്ര ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് യൂസർ ഫീ പിരിക്കുന്നതെങ്കിൽ അതെങ്ങനെയാണ് നടപ്പാക്കാൻ പോകുന്നത്? ഞാൻ പറയുന്നത് കുട്ടി പിറക്കട്ടെ, ഒരു തീരുമാനം വരട്ടെ. ആ തീരുമാനത്തിന്റെ ഭാഗമായി നിബന്ധനകൾ മുന്നോട്ടേക്കല്ലോ, രഹസ്യമായി ചെയ്യാൻ കഴിയില്ലല്ലോ. ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി നാടിന്റെ വികസന കാര്യങ്ങളിൽ ജനങ്ങളെ സഹകരിപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒരു ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യം. തീർച്ചയായും, ഉറപ്പായും. അത് അതേസമയം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ CPM ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ. NHA ടോൾ പിരിക്കട്ടെ, എത്ര ടോളാണെന്ന് തീരുമാനിക്കട്ടെ, അതിനുശേഷം ടോളിനെതിരെ സമരം ചെയ്യാം, അതിനുശേഷം ടോളിനെതിരെ ചോദ്യം ഉയർത്താം എന്നല്ല CPM രാഷ്ട്രീയമായി കേരളത്തിലെ ജനങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ള മാതൃക. ഏറ്റവും ഒടുവിൽ ഇതൊക്കെ നടപ്പായി പോയി, തീരുമാനമായി പോയി, അതുകൊണ്ട് ഇനി ടോൾ അടച്ചേ പറ്റൂ എന്ന് ഒടുവിൽ കേരളത്തിൽ CPM പറഞ്ഞതുപോലെ ആകാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണല്ലോ നമ്മളിപ്പോൾ ചോദിക്കുന്നത്. CPM-ന് ഇക്കാര്യത്തിൽ എത്ര വ്യക്തതയുണ്ട്? എന്താണ് കേരളത്തിലെ കിഫ്ബി റോഡുകളിൽ വരാൻ പോകുന്ന യൂസർ ഫീയുടെ സ്വഭാവം? ഞാൻ പറഞ്ഞുതരാം, വെരി സിമ്പിൾ. കേരളത്തിലെ ഗവൺമെന്റ് ഈ കാര്യത്തിൽ പൊതുവായിട്ടുള്ള ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനം എന്ന് പറയുന്നത് രാജ്യത്തെ ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന സമീപനം, കിഫ്ബി പദ്ധതിയോട് കാണിക്കുന്ന സമീപനം, ആ സമീപനത്തിൽ തീർത്തും ഒരു സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള സമീപനം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും കിഫ്ബി പദ്ധതിയിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ എണ്ണമൊന്നും ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. പോകാൻ ഒരു 50 കൊല്ലം അപ്പുറത്ത് നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, അടിസ്ഥാന വികസന രംഗത്ത്, അതുപോലെ തന്നെ വ്യത്യസ്തമായ മേഖലയിൽ നടത്തി വന്ന വികസന പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അത്രയും വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. ഇത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നമല്ല, ഇത് യാഥാർത്ഥ്യമാണ്. കിഫ്ബി വേണ്ടതാണ് എന്ന് UDF MLA-മാരും പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. ശ്രീ രാജു പി നായർ, പിന്നെ തുടങ്ങിയേക്കാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM ഇറക്കിയ പ്രകടന പത്രിക ഒന്ന് പ്രേംകുമാർ എടുത്ത് വായിക്കണം. അതിനകത്ത് ടോളിനെ സംബന്ധിച്ച് ഉള്ള നിലപാട് എന്താണ് എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ള പ്രകടന പത്രികയിൽ എന്നെടുത്ത് വായിക്കണം. നിങ്ങൾ എഴുതിയതാണ്, ഇതൊന്നും ഞങ്ങൾ എഴുതിയതല്ല, നിങ്ങൾ തന്നെ എഴുതി വെച്ചാണ്. അപ്പൊ വേണമെങ്കിൽ പ്രേംകുമാർ പറയും അത് ടോളാണ്, ഞങ്ങൾ യൂസർ ഫീയെ കുറിച്ചല്ല പറഞ്ഞത്. അദ്ദേഹം യൂസർ ഫീ എന്താണെന്ന് പറഞ്ഞല്ലോ. ഇവൻ ശരിയല്ല. എങ്ങനെയാണ് നടപ്പാക്കാൻ പോകുന്നത്? പ്രേംകുമാറിന് ഇപ്പൊ അതിനകത്ത് ഐഡിയ ഉണ്ടാവില്ല.
പക്ഷെ എനിക്ക് അതിനകത്ത് ഐഡിയ ഉണ്ട്. കാരണം എന്തായാലും RTO ഉദ്യോഗസ്ഥരും MVD ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ സർക്കാരിന്റെ PWD ഉദ്യോഗസ്ഥരൊക്കെ ഓരോ സ്ഥലത്ത് നിന്നിട്ട് വരുന്ന വണ്ടിയിൽ ഒരാൾ കയറിയിട്ട് എത്ര കിലോമീറ്റർ ഓടി എന്ന് നോക്കിയിട്ട് അവിടെ വെച്ച് കാൽക്കുലേറ്റ് എഴുതി റെസീപ്റ്റ് എഴുതി കൊടുക്കുന്ന സംവിധാനം നടക്കില്ലല്ലോ. പ്രേംകുമാർ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കുന്ന സംഭവമല്ല. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അപ്പൊ രാജ്യത്ത് ഇന്ന് യൂസർ ഫീ കളക്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് GPS എനേബിൾഡ് സിസ്റ്റമാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നറിയും, മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒന്നാണ് GPS റിലേറ്റഡ് യൂസർ ഫീ കളക്ഷൻ എന്നുള്ളത്. CPM ഉൾപ്പെടെ എടുത്തിരിക്കുന്ന നിലപാടാണ്. എന്താ ഇപ്പൊ കിഫ്ബി ചെയ്തത്? ബിഗ് ടിക്കറ്റ് പ്രോജക്ട്സിന് വേണ്ടി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന രീതിയിൽ ഉണ്ടാക്കിയ കിഫ്ബി ഇന്ന് PWD ചെയ്യേണ്ട കാനപ്പണി ചെയ്തുകൊണ്ടിരിക്കുക. സ്കൂൾ കെട്ടിടം ഉണ്ടാക്കുക, ആശുപത്രി കെട്ടിടം ഉണ്ടാക്കുക, കുടിവെള്ള പ്രോജക്ട് നടത്തുക. ഇതിനാണോ കിഫ്ബി? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ PWD വകുപ്പും അതിനൊരു മന്ത്രി നിൽക്കുന്നത്? ആ PWD വകുപ്പൊക്കെ പിരിച്ചുവിടും. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? പിന്നെ ഞാൻ ചോദിക്കട്ടെ, പ്രേംകുമാറിന് ഈ നിമിഷം പറയാവോ കേന്ദ്ര സർക്കാരിൽ നിന്ന് എത്ര രൂപ ഇനി കേരളത്തിന് കിട്ടാനുണ്ട്? കൃത്യമായിട്ടൊരു കണക്ക് പറയൂ, എത്ര രൂപ കിട്ടാനുണ്ട്? ഇതൊരു നടത്തു പോണ മാതിരില്ല. 54,700 കോടി രൂപ എന്നുള്ളൊരു കണക്ക് വായുവിൽ നിന്നുണ്ടാക്കിയതിനു ശേഷം സർക്കാരിലേക്ക് പോയപ്പോ, കേന്ദ്രത്തിലേക്ക് പോയപ്പോഴോ പാർലമെന്റിൽ പോയപ്പോഴോ കോടതിയിൽ പോയപ്പോഴോ ഈ 54,700 കോടി എന്നുള്ളത് ഇവർക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. നമ്മുടെ സംസ്ഥാനത്തിന്റെ പൊതുകടം 1.5 ലക്ഷം കോടിയിൽ നിന്ന് 4.5 ലക്ഷം കോടിയിലേക്ക് ഉയർത്തിയ ഒരു ഗവൺമെന്റ് ഇന്ന് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള വിലക്കയറ്റത്തിനും അതുപോലെ റോഡ് ടോള് പിരിക്കുന്നതിന് മുഴുവൻ സർക്കാരിന്റെ ശമ്പളം കൊടുക്കുന്നത് മുതൽ പട്ടികവർഗക്കാർക്കുള്ള ആദിവാസികൾക്കുള്ള ഗ്രാന്റ് കൊടുക്കുന്നത് മുതൽ വിദ്യാഭ്യാസ ലോൺ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് എല്ലാത്തിനും പറയുന്ന കാര്യം ഇതല്ലേ? സത്യാനന്തര ലോകം ഇത്രമാത്രം ഉപയോഗിക്കുന്ന മറ്റൊരു പാർട്ടി ഉണ്ടോ? ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. 1.5 ലക്ഷം കോടി കൊടുക്കേണ്ട ഗവൺമെന്റ്, അത്രയും ബാധ്യത ഉണ്ടാക്കി വെച്ച ഗവൺമെന്റ് 1000 കോടി രൂപയുടെ മാത്രം സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള പണത്തിന്റെ പേരിൽ എന്ത് പറഞ്ഞാലും ഇതെടുത്ത് അലക്കുകയല്ലേ? ഒരു മാനവും മര്യാദയും വേണ്ടേ? ഒരു അല്പമെങ്കിലും സത്യസന്ധത വേണ്ടേ കാര്യങ്ങൾ പറയുമ്പോ? ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? അത് തന്നെയാണ് ചോദിക്കാനും വന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയിൽ നിന്നും ശ്രീ പ്രേംകുമാർ, കിഫ്ബിയുടെ ബാധ്യത സർക്കാരിന്റെ പൊതുകടമാക്കിയത് കൊണ്ട് ജനങ്ങൾക്ക് ഭാരമാകുന്ന പുതിയൊരു ക്രമീകരണം എന്നാണോ ഇതിനെ പറയേണ്ടത്? അതോ സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റിലുള്ള പരാജയത്തിൽ ആദ്യത്തെ ഘട്ടമായി പരസ്യമായി സമ്മതിക്കേണ്ടി വരുന്ന കാര്യമെന്നാണോ? എണീറ്റ് വരണ്ടേയിരുന്നു. അദ്ദേഹം CPIM-ന്റെ 2021 പ്രകടന പത്രികയും CPIM പോളിറ്റ് ബ്യൂറോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പല നിലയിലുള്ള പല ഘട്ടത്തിലുള്ള സ്റ്റേറ്റ്മെന്റും ഒക്കെ ഇവിടെ ഉദാഹരിക്കുകയുണ്ടായി. ഞാൻ അതിന്റെ ഒന്നും തർക്കത്തിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല. 50 കൊല്ലം മുമ്പ് കിഫ്ബി എന്നൊരു പദ്ധതി ഇല്ലെങ്കിൽ നടപ്പിലാകില്ല എന്ന് കണ്ടിട്ടുള്ള ഒരു മണ്ഡലത്തിൽ 3 കോടി മുതൽ 5 കോടി രൂപ വരെ ഫണ്ട് കൊടുത്ത് പൂർത്തീകരിച്ച സ്കൂൾ കെട്ടിടം, ആശുപത്രി, അതുപോലെ തന്നെ കുടിവെള്ളത്തിന്റെ മേഖലയിൽ കിഫ്ബി പദ്ധതി ഉപയോഗപ്പെടുത്തിയത്, അതുപോലെ തന്നെ വന്യജീവി ആക്രമണം തടയുന്നതിന് വേണ്ടി കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തിയത്, കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ചിട്ടുള്ള വ്യവസായ രംഗത്തെ സ്ഥാപനം. അപ്പൊ ഇതെല്ലാം ഞാൻ പറയുമ്പോ താങ്കൾക്ക് ചൊറിച്ചിൽ വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞാൻ താങ്കൾ പറയുമ്പോ ഒന്നും ഇടപെട്ടിട്ടില്ല. ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നു? അദ്ദേഹം ഉന്നയിക്കുന്ന സ്പെസിഫിക് ആയ ഒരു ചോദ്യം അന്ന് ധനമന്ത്രി തോമസ് ഐസക് ഉന്നയിച്ച ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്ന കിഫ്ബിയിലേക്കുള്ള ധനസമാഹരണ മാർഗങ്ങൾ എന്ന് പ്രഖ്യാപിച്ചിരുന്ന മറ്റ് ധനസമാഹരണ മാർഗങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഉദാഹരണത്തിന് ചിട്ടിയുടെ കാര്യം. ക്ലിയർ ആവുന്നില്ല. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. എന്റെ ഏറ്റവും ചെറിയ സംശയം, 2016 മുമ്പിൽ ഈ നാട്ടിൽ സ്കൂൾ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നില്ലേ? 2016 മുമ്പിൽ ആശുപത്രികൾ ഉണ്ടായിരുന്നില്ലേ? 2016 മുമ്പിൽ റോഡുകൾ ഉണ്ടായിരുന്നില്ലേ? ഈ വെള്ള പ്രോജക്റ്റും ഈ സ്കൂളും ഈ ഹോസ്പിറ്റലും പണിയാനാണോ കിഫ്ബി ഉണ്ടാക്കിയത്? ശ്രീ പ്രേംകുമാർ, ആദ്യം ശ്രീ രാജു പി നായർ മുന്നോട്ട് വെച്ച നേരിട്ടുള്ള ഒരു ചോദ്യം, അത് കേൾക്കുന്ന ആളുകൾക്കും താല്പര്യമുണ്ടാകും. ഇപ്പോൾ നടക്കുന്ന സ്കൂൾ കെട്ടിടങ്ങളും കാനകളും റോഡിന്റെ സൈഡും വികസിപ്പിക്കാനും ഒക്കെയാണോ കിഫ്ബിയുടെ ഉദ്ദേശം? അല്ലാതെ ഒരു പ്രധാനപ്പെട്ട പദ്ധതി താങ്കൾക്ക് പറയാൻ കഴിയുമോ എന്ന് ശ്രീ രാജു പി നായർ നേരത്തെ ചോദിച്ചു. അതിനുള്ള മറുപടി എന്താ? ഏതെല്ലാം മേഖലയിലാണ് കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തി പദ്ധതികൾ പൂർത്തീകരിച്ചത് എന്ന് കൃത്യമായി തന്നെ സൂചിപ്പിക്കാൻ കഴിയും. അതിന് യാതൊരു മടിയുമില്ല. ഒരെണ്ണം പറയാനാണ് അദ്ദേഹം പറയുന്നത്. മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, എന്തുമായി ബന്ധപ്പെട്ട്
യുണീക്കായ, അതായത് കിഫ്ബി ഇല്ലായിരുന്നെങ്കിൽ നടക്കുമായിരുന്നില്ല എന്ന് പറയാവുന്ന ഒരു പ്രോജക്റ്റ് പറയാനാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. കിഫ്ബി ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പോ കേരളത്തിൽ കാണുന്ന ഒരു വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, അടിസ്ഥാന വികസന രംഗത്ത് നടപ്പിലാകുന്ന ഒരു പദ്ധതിയും സാധ്യമാകുമായിരുന്നില്ല. കഴിഞ്ഞ 3 വർഷം കിഫ്ബി ഇല്ലായിരുന്നെങ്കിൽ നടക്കുമായിരുന്നില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന, ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ കഴിയുന്ന ഒരു പ്രോജക്റ്റേ അദ്ദേഹം ചോദിച്ചിട്ടുള്ളൂ. കിഫ്ബി പദ്ധതിയിൽ സംസ്ഥാനത്ത് പൂർത്തീകരിച്ചതും നടപ്പിലായിട്ടുള്ളതുമായിട്ടുള്ള പദ്ധതികളിൽ സ്വാഭാവികമായിട്ടും അതിൽ ആശങ്കയുടെ യാതൊരു കാര്യമില്ല. അതിൽ പറയാം, കേരളത്തില് ജലവിഭവ വകുപ്പിന് കീഴിൽ 6,907 കോടി രൂപയുടെ പദ്ധതിയാണ്. ആരോഗ്യക്ഷേമ വകുപ്പിന് കീഴിൽ 6,263 കോടി രൂപയുടെ പദ്ധതിയാണ്. കേരളത്തില് ആയുഷ് വകുപ്പിന് കീഴിൽ മാത്രം 183 കോടി രൂപയുടെ പദ്ധതിയാണ്. പട്ടികജാതി പട്ടികവർഗ വകുപ്പിന് കീഴിൽ 182 കോടി രൂപയുടെ പദ്ധതിയാണ്. എന്നിട്ട് കേരളത്തിന്റെ നിലവിലുള്ള സ്ഥിതി വെച്ച് പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് കേരളത്തിൽ IT വകുപ്പിൽ വികസനം 1,652 കോടി രൂപയുടെ വികസനം വരണമെങ്കിൽ ചുരുങ്ങിയത് 25 വർഷം എടുക്കും. ചുരുങ്ങിയത് 25 വർഷം. കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ? ശ്രീ രാജു പി നായർ, ഒരു പദ്ധതി എടുത്തു പറയുന്നതിന് പകരം നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ആകെ ഒരുപാട് പദ്ധതികൾ ഒരുമിച്ച് അത്രയും പണം ബജറ്റിന് പുറത്തുനിന്ന് കണ്ടെത്താൻ കിഫ്ബിക്ക് കഴിയുമായിരുന്നുള്ളൂ എന്നത് നിഷേധിക്കാൻ കഴിയുമോ? ഷാനി എവിടെന്ന് കണ്ടെത്തി? എവിടെന്നാണ് പണം കണ്ടെത്തിയത്? എന്റെ ഏറ്റവും കാതലായ ചോദ്യം. ബജറ്റ് അലോക്കേഷൻ അല്ലേ കൊടുത്തത്? ഞാൻ ചോദിക്കട്ടെ, ഈ 2016 മുമ്പ് പ്രേംകുമാർ വിചാരിച്ച ഇനി 2016 കേരള സംസ്ഥാനം രൂപീകൃതമായ പ്രേംകുമാറിന് ചിന്തിച്ചാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അവമാനിക്കരുത്. അതിനു മുമ്പ് ഡോക്ടർമാരൊക്കെ പെരുവഴിയിൽ നിന്ന് റോഡിന്റെ സൈഡിലിരുന്ന് ആൾക്കാരെ ചികിത്സിച്ചെന്നാണ് വിശ്വസിച്ചത്. ഈ നാട്ടിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഗുരുകുല വിദ്യാഭ്യാസം പോലെ കാട്ടിൽ ഇരുന്ന് നടത്തിയെന്നാണോ ഇദ്ദേഹം വിശ്വസിച്ചു വെച്ചിരിക്കുന്നത്? ഈ 2016 മുമ്പ് വരെ ആരോഗ്യരംഗത്തും കേരള വിദ്യാഭ്യാസ രംഗത്തുമെല്ലാം കേരളം മേൽക്കൈ നേടിയത് അതിനുള്ള അടിസ്ഥാനപരമായ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാണ്. അദ്ദേഹം 182 കോടി 179 കോടി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ കോടിയെല്ലാം ചോദിക്കുന്ന ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഒന്ന് ഒരു IT പാർക്ക് ആവിഷ്കരിച്ച് നടപ്പിലാക്കി എന്ന് പറയാവോ 10 വർഷത്തിനുള്ളിൽ? എന്താ ഉറക്കം വരുന്നു. ഇനി ഞാൻ ഒറ്റ കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ, നേരിട്ട് മറുപടി പറയണം. അങ്ങ് പറയുന്നത് പോലെ കേരളത്തിൽ തനതു വരുമാനത്തിന് ഇത്ര വലിയ വർധനയുണ്ടെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പ്ലാൻ എന്തിന് നിങ്ങൾ 50% വെട്ടിച്ചുരുക്കി? ഞാൻ പ്രേംകുമാർ MLA വെല്ലുവിളിക്കുന്നു. നിങ്ങൾ പറ. ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. ഈ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ബാധ്യത വരുത്തി വെച്ച സർക്കാർ മനുഷ്യന് അവസാനത്തെ പെൻഷൻ കൊടുക്കുന്നത് മുതൽ ഇവിടത്തെ ഏതെങ്കിലും വിമാനത്താവളം വരെ ഈ ഒരൊറ്റ നറേറ്റീവിൽ നിൽക്കുന്നത് പരാജയം മറക്കാൻ വേണ്ടിയാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞാൻ വെല്ലുവിളിച്ചല്ലോ, ഒരൊറ്റ പ്രോജക്ട് ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ പറഞ്ഞിട്ട് പറയാനില്ല. നിങ്ങൾ ഏത് വേഗതയെ കുറിച്ച്, ഏത് ഇന്നോവേഷനെ കുറിച്ച്, ഏത് പുതിയ സംവിധാനത്തെ കുറിച്ചാണ്? ഒരൊറ്റ പ്രോജക്ടിന്റെ പേര് പറയാൻ MLA കിടന്ന് വട്ടകിറങ്ങിയാണ്. 4 വർഷം താപക്കടുത്ത് തപ്പിക്കൊണ്ടിരിക്കുക. 4 വർഷം ആ നിയമസഭയ്ക്കകത്തുണ്ടായിരുന്ന ആളാ. ഒരൊറ്റ പ്രോജക്ടിന്റെ പേര് പറയാൻ പറ്റില്ല. സ്കൂൾ കെട്ടിടം നാണമില്ലേ പറയാൻ? ആശുപത്രി കെട്ടിടം നാണമില്ലേ പറയാൻ? ശ്രീ പ്രേംകുമാർ, ഇനി ഇവിടെ യൂസർ ഫീ ആയി ബന്ധപ്പെട്ട കാര്യത്തെ സംബന്ധിച്ച് പറയാം. ആംബിറ്റി എന്ന് പറയുന്നത് കോൺഗ്രസും UDF-ഉം LDF-ഉം ഒരുപോലെ അംഗീകരിച്ചതായിരുന്നില്ലേ? എന്താ UDF-ന്റെ സമീപനം ഉണ്ടായിരുന്നത്? നിങ്ങളുടെ സമീപനം എന്തായിരുന്നു ആദ്യം പറയണ്ടേ ശ്രീ പ്രേംകുമാർ? കിഫ്ബി റോഡുകളിലെ ടോളിനെ കുറിച്ച് നിങ്ങൾ നിയമസഭയിൽ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ എന്തുകൊണ്ട് തിരുത്തുന്നു എന്ന് പറഞ്ഞതിന് ശേഷമല്ലേ കോൺഗ്രസിനോടും BJP-യോടും നിലപാട് ചോദിക്കാൻ കഴിയൂ? ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.